യാ അയ്യുഹൽ മുസമ്മിലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ആനുകൂല്യങ്ങൾ മാത്രം പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷേ അസൂയ തോന്നുന്നുണ്ടല്ലേ? അല്ലാഹുവിന്റെ റസൂലിന് എത്രയെല്ലാം ബാധ്യതകളും ഉണ്ടായിരുന്നു, എത്ര ബാധ്യതകൾ. യാ അയ്യുഹൽ മുസമ്മിലു, അല്ലയോ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവരെ, പനി ബാധിച്ച് കിടക്കുകയാണ് റസൂലുള്ളാഹി തങ്ങൾ. രാത്രി നിന്ന് നിസ്കരിക്കണം നബിയെ, കുറച്ചു മാത്രം ഉറങ്ങിയാൽ മതി. രാത്രി നിസ്കരിക്കണം. നമുക്ക് ആ കമാൻഡ് ഉണ്ടോ? നമുക്ക് ഉറങ്ങാം, വേണ്ടവർക്ക് തഹജ്ജുദ് നിസ്കരിക്കാം. നബിയോടുള്ള കൽപ്പന നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. നബിയെ, രാത്രിയുടെ പകുതി നിങ്ങൾ നിസ്കരിക്കണം. പകുതി രാത്രി 8 മണിക്കൂറുണ്ടെങ്കിൽ 4 മണിക്കൂർ നബിയെ നിങ്ങൾ നിന്ന് നിസ്കരിക്കണം റസൂലേ. 12 മണിക്കൂറുള്ള രാവുകളാണെങ്കിൽ 6 മണിക്കൂറെങ്കിലും നിസ്കരിക്കണം നബിയെ രാത്രി നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന് കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് തിരിച്ചു പോകല്ല സഹോദര. നബിക്ക് അല്ലാഹു നൽകുന്ന ബാധ്യതകളും കൂടെ പഠിക്ക്. ഇതൊക്കെ നബി തങ്ങളുടെ ബാധ്യതകളാണ്. രാത്രി പകുതിയോളം നിസ്കരിക്കണം. നമുക്കതുണ്ടോ? ഇല്ലല്ലോ. നമുക്കത് ബാധ്യതയാണോ? അല്ല, നബിക്കത് ഫർളാണ്. നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ, കൃത്യമായും പകുതി തന്നെ വേണമെന്നില്ല, ഒരൽപ്പം കുറക്കാം. ഔ സിദ് അലൈഹി, പകുതിയിൽ ഒരൽപ്പം കൂടുതലുമാകാം. വറത്തിലിൽ ഖുർആന തർതീലാ, നബിയെ ഖുർആൻ മനോഹരമായി ഓതണം നബിയെ. ഒരു വലിയൊരു രഹസ്യം ഇവിടെ കിടക്കുന്നുണ്ട്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ തഖീലാ, വളരെ ഭാരമേറിയ വാക്കുകളാണ് നബിയെ നിങ്ങൾക്ക് ഞാൻ ഇറക്കി തരുന്നത്. ജീവിതത്തിന്റെ ഭാരം താഴെ ഇറക്കാനും ജീവിതത്തിൽ ആശ്വാസം കിട്ടാനും. മക്കളെ കെട്ടിക്കാനുണ്ട്, മകന് പുരപണി നടന്നിട്ടില്ല, മകന് പെണ്ണ് കിട്ടണം, ഭർത്താവിന് ജോലിയില്ല, വാപ്പാക്ക് അസുഖമാണ്. ജീവിതത്തിന്റെ ഭാരങ്ങളൊക്കെ വരുമ്പോ മനോഹരമായി നിങ്ങൾ ഖുർആൻ ഓതിയാൽ, മനോഹരമായി നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്താൽ ഭാരം അല്ലാഹു ഇറക്കി വെച്ചു തരും, ഭാരം അല്ലാഹു ലഘൂകരിച്ചു തരും. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ തഖീലാ, ഭാരം നിങ്ങൾക്ക് ഇറക്കാൻ പോകുന്നുണ്ട് നബിയെ ഞാൻ. അതുകൊണ്ട് അതിന് റെഡിയായിരിക്കണം. ഖുർആൻ മനോഹരമായി ഓതണം. ഖുർആൻ തർത്തീലായിട്ട് ഓതുക, മനോഹരമായിട്ട് ഓതുന്നത്, മനോഹരമായിട്ട് ഖുർആൻ ഓതുക. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് യാസീൻ ഓതുമ്പോ ഏറ്റവും കൂടുതൽ സ്പീഡിൽ യാസീനാ പോകുന്നത്. യാസീൻ എന്തൊരു സ്പീഡാ അല്ലാഹ്. യാസീൻ ഖുർആന്റെ ഖൽബാണ്, ഖുർആന്റെ ഹൃദയമാണ്. അത് എത്ര മനോഹരമായിട്ട് ഓതണം. നമ്മൾ യാസീൻ വൽ ഖുർആനക ഇന്നക ലമിനൽ മുർസലീൻ സിറാത്തുൽ മുസ്തഖീം. പടച്ചോനെ, ആ യാസീൻ ഓതിയ പിന്നെ ആ ഓതിയതിന് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടി വരും. പടച്ചോനെ പുറത്തു തരണ റബ്ബേ, ഞാൻ ഇങ്ങനെ നിന്റെ ഖുർആൻ ശ്രദ്ധിക്കാതെ ഓതിയത്. നമ്മൾ ശ്രദ്ധിക്കുക, ദ്വാരക്കാൻ പോകുന്ന ഉസ്താദന്മാരും ശ്രദ്ധിക്കണം. വല്ലാതെ തിരക്കുണ്ടെങ്കിൽ അപ്പോൾ ഓതണ്ട, എന്ത് ചെയ്യുക, സൗകര്യം കിട്ടുമ്പോൾ ഓതിയാൽ മതി. യാസീൻ ഏത് ഭാഗം ഖുർആൻ ഓതുമ്പോൾ നല്ല റാഹത്തിൽ ശാന്തമായിട്ട് യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. എന്തൊരു മനോഹരായിരിക്കും. അങ്ങനെ ഓതിയാൽ ജീവിതത്തിന്റെ ഭാരങ്ങൾ അല്ലാഹു ഇറക്കി വെച്ച് തരുന്ന, ഭാരം ലഘൂകരിച്ചു തരും അല്ലാഹു. ഓതുന്നതിന് കുറവൊന്നുമില്ല, ഓത്ത് റെഡിയാവണുണ്ടോന്നാ വിഷയം. ഖുർആൻ തർത്തീലോട് കൂടെ ഓതുക. അപ്പോ രാത്രിയുടെ പകുതിയോളം നിന്ന് നിസ്കരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 റക്അത്ത് നിസ്കരിച്ചപ്പോഴേക്കും നേരം പുലർന്നു. അതാണ് ആയിഷ ബീവി അത്ഭുതം പറയുന്നത്. 2 റക്അത്ത് നിസ്കരിച്ചുള്ളൂ അന്നൊരു ദിവസം. ആ നിസ്കാരത്തിൽ തങ്ങൾ ഓതിയതോ സൂറത്തു ആല ഇംറാനിലെ 190-ാമത്തെ ആയത്ത് മുതലുള്ള ഭാഗം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. സുബ്ഹി ആവാറായി. നബി നിസ്കാരം മതിയാക്കുമ്പോ വരുന്നു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ബിലാൽ എന്നവർ വന്ന് ചോദിച്ചു, നബിയെ സുബ്ഹിക്ക് വാങ്ക് വിളിക്കട്ടെ, വാങ്ക് വിളിക്കട്ടെ നബിയെ, വാങ്ക് വിളിക്കട്ടെ നബിയെ, സുബ്ഹിക്ക് വാങ്ക് വിളിക്കാൻ നേരമായിരിക്കുന്നു. ഹബീബാണെങ്കിൽ തേങ്ങിക്കരഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ് മാ യുബ്കീക്. പറഞ്ഞു തരണം നബിയെ, എന്താണ് അങ്ങയെ കരയിപ്പിച്ചത്? അങ്ങ് എന്തിനാണ് ഇപ്പൊ കരയുന്നത് നബിയെ? നബി കരഞ്ഞാൽ സ്വഹാബത്ത് കരയും.
നബി ചിരിച്ചാൽ സ്വഹാബത്ത് ചിരിക്കും. അങ്ങനെയാണ് അവർ നബിയെ സ്നേഹിച്ചത്. നബിയെ, എന്റെ ഉമ്മയും ബാപ്പയും എന്റെ മാതാപിതാക്കൾ അങ്ങേക്ക് ദണ്ഡമാണ് നബിയെ. എന്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാൽ പോലും അങ്ങനെക്ക് നഷ്ടപ്പെടരുത്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് മാ യുബ്കീക. എന്തിനാണ് ഈ കരച്ചിൽ? എന്തിനാ നബിയെ കരയുന്നത്? അതിന് മറുപടി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉൻസിലത അലയ്യ ലൈല ആയ. ഇന്നലെ രാത്രി അല്ലാഹു എനിക്കൊരു ആയത്തിറക്കി തന്നു, ചില ആയത്തുകൾ. എന്നിട്ട് എന്നോട് പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, വൈലുൻ അലാ മൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ആരെങ്കിലും അത് വെറുതെ ഓതുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന് പറഞ്ഞു. ഇങ്ങനെ വെറുതെ ഓതുകയും ചിന്തിക്കാതെ ഓതിപ്പോയാൽ ശിക്ഷയുണ്ട് എന്ന് പറയുന്ന ആയത്തുകളാണ് സൂറത്ത് ആലി ഇംറാനിലെ 190, 191, 192 ആയത്തുകൾ. വെറുതെ ഓതിയാൽ ശിക്ഷ വരും. പഠിക്കാൻ കഴിയുന്നവർ പഠിക്കണം എന്ന വാക്കിനർത്ഥം. അർത്ഥം പോലും അറിയാത്തവരെ പറ്റിയല്ല ഈ പറയുന്നത്. അർത്ഥം അറിയുന്ന ആളുകൾ, ചിന്തിക്കാൻ കഴിയുന്നവർ ആലോചിക്കാതെ, അർത്ഥം ആലോചിക്കാതെ, പഠിക്കാതെ ഓതിപ്പോയാൽ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് പറയുന്ന ഒരു ആയത്ത്, ചേതാനും ആയത്തുകൾ അല്ലാഹു ഇന്നലെ എനിക്ക് ഇറക്കി തന്നു ബിലാൽ. ഞാൻ അതിനെ ഓർത്ത് കരയുകയാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ എന്നവരോട് പറഞ്ഞു കൊടുത്ത ആ രാത്രിയിലെ നിസ്കാരവും ഈ ആയത്തുകൾ ഇറങ്ങിയ രാവുമാണ് ഹബീബിന്റെ ജീവിതത്തിൽ ഞാനും നബിയും കൂടെ ജീവിച്ചിട്ട് മറക്കാൻ കഴിയാത്ത അനുഭവം ഉണ്ടായത് ഈ സംഭവമാണെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ഇത് ഇബാദത്തു തദബ്ബുറാണ്. ഖുർആൻ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആരാധനയെ പറ്റി പറയുന്ന ഭാഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി. തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. രാവും പകലും മാറി മാറി വരുന്നതിലുമുണ്ട്. ലആയാതിൻ ലിഉലിൽ അൽബാബ്. ബുദ്ധിമാനികൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. സയൻസ് പഠിക്കണമെന്ന് പറയുന്ന ആയത്താണിത്. സോളജിയും ബോട്ടണിയും പഠിക്കണം, ജിയോളജിയും ജിയോഗ്രഫിയും പഠിക്കണം, ആസ്ട്രോണമി പഠിക്കണം, ആന്ത്രോപോളജി പഠിക്കണം. ഏതെല്ലാം ശാസ്ത്രശാഖകളുണ്ടോ പ്രപഞ്ചത്തെ സംബന്ധിച്ച് പറയുന്നത്, ജീവികളെ കുറിച്ച് പറയുന്നത്, ജീവനില്ലാത്തതിനെ കുറിച്ച് പറയുന്നത്, എല്ലാം പഠിക്കണമെന്ന് പറയുന്ന ആയത്താണ് സൂറത്ത് ആലി ഇംറാനിലെ ഈ ആയത്ത്. വെറുതെ ഓതിപ്പോയാൽ ശിക്ഷ കിട്ടുമെന്നാണ്. അങ്ങനെ ഒരു ആയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. വെറുതെ ഓതിയ ശിക്ഷ കിട്ടുമെന്ന്. സുബ്ഹാനല്ലാഹ്. ഇനിയെങ്കിലും എന്ത് ചെയ്യുക? ആ ഭാഗത്ത് എത്തുമ്പോൾ അള്ളാഹുവിനെ പറ്റി ആലോചിക്കുക, പ്രപഞ്ചത്തിന്റെ അത്ഭുതത്തെ കുറിച്ച് ആലോചിക്കുക. എങ്ങനെയാണ് ഈ ലോകം ഉണ്ടായത് ചിന്തിക്കാം. എങ്ങനെയാണ് അള്ളാഹു ഇതിനെ പടച്ചത്? റബ്ബേ, വലിയ അത്ഭുതമല്ലേ. എന്താണ് ഭൂമിയുടെ ഗ്രാവിറ്റി? എന്താണ് ഭൂമിയിലെ ഓസോൺ? അള്ളാഹു ഭൂമിക്ക് വെച്ച ഓസോൺ ലെയർ. എങ്ങനെയാണ് അള്ളാഹു ആകാശത്തെ ഇങ്ങനെ സംവിധാനിച്ച്, എങ്ങനെയാണ് ഈ ഗോളങ്ങൾ അതിൻ്റെ ഓർബിറ്റിലൂടെ, അതിൻ്റെ പ്രോപ്പർ ചാനലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഒരു ആറ്റം, എലമെന്റുകൾ, മൂലകങ്ങൾ അള്ളാഹു പടച്ചത്? ആറ്റം, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും. യാ അള്ളാഹ്, എന്താണ് ഈ അത്ഭുതം? നമ്മുടെ സയൻസ് ലാബുകൾ, സ്കൂളുകളിൽ എല്ലാ മക്കൾ പഠിക്കുന്നുണ്ട്. ആരാണിത് ഉണ്ടാക്കിയത് എന്ന് മാത്രം പറഞ്ഞു കൊടുക്കൂല, ബാക്കിയൊക്കെ ക്ലിയർ ആണ്. ലബോറട്ടറിയിലെ പരിശോധന അതാണ്. വലിയ അത്ഭുതമാണ്. ഹ്യൂമൻ സെൽ, ബോഡി സെല്ലിനെ കുറിച്ച് പഠിക്കും, പ്ലാന്റ് സെല്ലുകളെ കുറിച്ച് പഠിക്കും, സസ്യത്തിന്റെ സസ്യകോശത്തെ കുറിച്ച് പഠിക്കും, പിന്നെ ജീവകോശത്തെ കുറിച്ച് പഠിക്കും. വണ്ടർഫുൾ. ഇതിന്റെ പ്രോട്ടോപ്ലാസം, അതിന്റെ സെൽ മെമ്പറൈൻ, അതിന്റെ ന്യൂക്ലിയസ്. ഇതാരാ ഉണ്ടാക്കിയത്? ഇങ്ങനെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയി, ഇങ്ങനെ സങ്കീർണമായി ഈ സൃഷ്ടിപ്പ് ആര് ചെയ്തു? ഇത് മാത്രം പറഞ്ഞു കൊടുക്കൂല. സംഭവം പരീക്ഷയ്ക്ക് എഴുതാൻ ഉത്തരം പഠിക്കണം എന്നല്ലാതെ ചിന്തിക്കാത്തൊരു പഠന രീതി മുസ്ലിമിന് പറ്റൂല. ചിന്തിക്കണം എന്ന് പറയുന്നതാണ്. വിശുദ്ധ ഖുർആൻ ആലോചിക്കണമെന്നാണ് പറഞ്ഞത്, പഠിക്കണം. നമ്മളിൽ നല്ല സയന്റിസ്റ്റുകൾ വരണം, നല്ല പഠനം മുന്നോട്ട് പോകണം. മക്കൾ സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം പഠിക്കരുത്, ജോലി കിട്ടാൻ വേണ്ടി മാത്രം പഠിക്കരുത്. ജോലി അള്ളാഹു ഇൽമുള്ളവർക്ക് തരും, അള്ളാഹു അവർക്ക് റിസ്ക് കൊടുക്കും. നിങ്ങൾ പഠിക്കുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കാനാണ്. ബിലാലേ, ഉൻസിലത അലയ്യൽ ലൈല. ഇന്നലെ രാത്രി അല്ലാഹു എനിക്ക് ഇറക്കി തന്ന ആയത്തുകൾ. വൈലുൻ അലാ മൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. അതാരെങ്കിലും വെറുതെ ഓതുകയും ചിന്തിക്കാതെ പോവുകയും ചെയ്താൽ അവർക്ക് നരകമാണ്, ശിക്ഷയാണെന്ന്, അവർക്ക് നാശമാണെന്ന് അല്ലാഹു എന്നോട് പറഞ്ഞ ആ ആയത്തിനെ ചൊല്ലി എന്റെ ഉമ്മത്തികൾ ചിന്തിക്കുമോ? ഇത്
എന്റെ ഉമ്മത്തികൾ ഇത് പഠിക്കുമോ? എന്റെ ഉമ്മത്തികൾക്ക് ഇത് പാഠമാകുമോ? അവർ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വദാനായേ സുബുൽ ഖത്മുർ റസൂൽ മൗലായ കുൽ जिसने गुबार राह को बख्शा फरूगे वादिये सीना वदानाए सुबुल. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ബുദ്ധിമാനിയായവരെ നബിയെ, വദാനായെ സുബുൽ ഖത്മുർ റസൂൽ, മുർസലീങ്ങൾക്ക് അന്തിമക്കണ്ണിയായവർ, മൗലായ കുൽ, ലോകർക്ക് മുഴുവനും നേതാവായി വന്നവരെ, ജിസ്നെ ഗുബാറെ റാഹ് കോ ബഖ്ശാ ഫറൂഗെ വാദിയെ സീനാ, സീനായുടെ മലമുകളിൽ ഏതൊരു പ്രകാശമാണോ പ്രജ്വലിച്ചത് ആ റബ്ബിന്റെ പ്രഭ ലോകത്തിന് നൽകുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ചിന്തിക്കണമെന്ന് പറയുന്ന ഭാഗമാണിത്, ആലോചിക്കണമെന്ന് പറയുന്ന ഭാഗമാണിത്. ഖിറാഅത്തു തദബ്ബുർ, ആലോചിക്കാൻ വേണ്ടി പറയാണ് അല്ലാഹു. ചിന്തിക്കണം നിങ്ങൾ.